കയർ മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താൻ ആലപ്പുഴയിൽ കയർ കോൺക്ലേവ് സംഘടിപ്പിച്ച സംസ്ഥാന സർക്കാർ US താരിഫ് മൂലമുണ്ടായ കയറ്റുമതി പ്രതിസന്ധിക്ക് കേന്ദ്ര പാക്കേജിലൂടെ പരിഹാരം കാണണമെന്ന് കോൺക്ലേവ് ആവശ്യപ്പെട്ടു. മന്ത്രിമാരായ P. രാജീവ്, സജി ചെറിയാൻ, P. പ്രസാദ്, മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കയർ ഉൽപാദകർ, കയർ സഹകരണ സംഘം ഭാരവാഹികൾ, ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, വ്യവസായ ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തിയായിരുന്നു കോൺക്ലേവ് സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനത്തിലും തുടർന്ന് നടന്ന സെമിനാറുകളിലും കയർ മേഖലയുടെ ഉന്നമനത്തിനായി ചെയ്യേണ്ട സുപ്രധാന കാര്യങ്ങൾ ചർച്ചയായി. കേരളത്തിന്റെ കയർ മേഖലയ്ക്ക് സംഘടിത സ്വഭാവം വേണം. ആധുനികവൽക്കരണവും വൈവിധ്യവൽക്കരണവും നടപ്പിലാക്കണം. കൂലി ഉൽപാദനവുമായി ബന്ധപ്പെടുത്തി വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കോൺക്ലേവിൽ പ്രധാനമായും ഉയർന്നുവന്നത്. US താരിഫ് നയത്തിലൂടെ കയർ മേഖലയിലെ കയറ്റുമതി വ്യവസായങ്ങളിൽ വന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കേന്ദ്ര പാക്കേജ് വേണമെന്നാവശ്യപ്പെട്ട് മെമ്മോറാണ്ടം കയർ ബോർഡിന് സമർപ്പിക്കാൻ കയർ കോൺക്ലേവിൽ തീരുമാനമായി. താരിഫുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങൾ അതിന് പരിഹരിക്കാൻ കഴിയാവുന്ന ഒരു പാക്കേജ് കയർ ബോർഡ് വഴി നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കാൻ ഈ കോൺക്ലേവ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ കയർ ബോർഡിന് നൽകും. കയർ ബോർഡിനും കേന്ദ്ര യൂണിയൻ സർക്കാരിനും നൽകും. ഒരു പ്രത്യേക പാക്കേജ് ഇതുമായി ബന്ധപ്പെട്ട് നൽകണം എന്നാണ് കണ്ടിട്ടുള്ള ഒരു ഭാഗം. കേരളത്തിനകത്ത് നിന്നും ഗുണമേന്മയുള്ള ചകിരിയുടെ സംഭരണത്തിനായി ഫൈബർ ബാങ്ക് ഒക്ടോബറിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കും. പ്രാദേശികമായി തൊണ്ട് സംഭരിക്കാൻ ഹരിതകർമ്മസേനയെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നത് പരിശോധിക്കാനും കയർ സംഘങ്ങൾക്ക് സംഭരിച്ച കയറിന്റെ വില സമയബന്ധിതമായി നൽകാൻ 10 കോടിയുടെ റിവോൾവിംഗ് ഫണ്ട് ആവിഷ്കരിക്കാനും കോൺക്ലേവിൽ തീരുമാനമായി. ന്യൂസ് മലയാളം, ആലപ്പുഴ.